പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവർക്കും കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺസെൻട്രേഷൻ, സൊല്യൂഷൻസിൻ്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടേമുകളിൽ നമ്മൾ അവസാനമായിട്ട് പഠിക്കാനുള്ള മൊളാലിറ്റിയെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. മൊളാരിറ്റി, അതുപോലെ മോൾ ഫ്രാക്ഷൻ, അതുപോലെ മറ്റ് ടേമുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മൊളാലിറ്റി. വാട്ട് ഈസ് മീൻ ബൈ മൊളാലിറ്റി? ഇതും ഒരു കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ടേമാണ്. ഇപ്പോൾ ഒരു ബൈനറി സൊല്യൂഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ നമുക്കറിയാം ഒരു സൊല്യൂട്ടും സോൾവെൻറ്റും ഉണ്ടായിരിക്കും. സൊല്യൂട്ടിനെ നമ്മൾ ബി എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യും, സോൾവെൻറ്റിനെ നമ്മൾ എ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇതിൽ മൊളാലിറ്റിയിലെ സൊല്യൂട്ടിൻ്റെ എമൗണ്ട് മോൾസിൽ തന്നെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. മൊളാരിറ്റിയെ പോലെ തന്നെ ഇവിടെയും മോൾസിൽ തന്നെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ സോൾവെൻറ്റിൻ്റെ എമൗണ്ട് കിലോഗ്രാമിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. മാത്രമാണ് ഇവിടെ വ്യത്യാസമുള്ളത്. മൊളാരിറ്റിയുമായിട്ടുള്ള വ്യത്യാസം ഇതാണ്. ഇവിടെ സോൾവെൻറ്റിൻ്റെ എമൗണ്ടാണ് എടുക്കുന്നത്, അത് കിലോഗ്രാമിലാണ് എടുക്കുന്നത്. മൊളാരിറ്റിയിലായിരുന്നുവെങ്കിൽ അത് സൊല്യൂഷൻ്റെ വോളിയം ലിറ്ററിലാണ് എടുത്തതെങ്കിൽ ഇവിടെ സൊല്യൂഷനല്ല, സോൾവെൻറ്റിൻ്റെ മാസ് കിലോഗ്രാമിലാണ് ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. വാട്ട് ഈസ് മൊളാലിറ്റി? മൊളാലിറ്റി ഈസ് ദി number of moles of solute present in 1 kilogram of the solvent. ഒരു കിലോഗ്രാം സോൾവെൻറ്റിൽ എത്ര നമ്പർ ഓഫ് മോൾസ് സൊല്യൂട്ടിൻ്റെ ഉണ്ട്, അതാണ് അതിൻ്റെ മൊളാലിറ്റി. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ. മൊളാലിറ്റി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 1 kilogram ഓഫ് ദി സോൾവെൻറ്റ്. ഒരു കിലോഗ്രാം സോൾവെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ടായിരിക്കും, അതാണ് അതിൻ്റെ മൊളാലിറ്റി. അപ്പോൾ അതിനെ നമുക്ക് മാത്തമാറ്റിക്കലായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. മാത്തമാറ്റിക്കലി മൊളാലിറ്റി സ്മോൾ ലെറ്റർ എം is equal to മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാംസ്. ഇവിടെ സോൾവെൻ്റ് ആണ്, സൊല്യൂഷൻ അല്ല, പ്രത്യേകം ശ്രദ്ധിക്കണം. മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം. അപ്പോൾ നമുക്ക് മൊളാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾ നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യുക. നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കറിയാം വെയ്റ്റ് ബൈ മോളിക്കുലർ മാസ്. അതുകൂടാതെ സോൾവെൻറ്റിൻ്റെ മാസ് കിലോഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. ഇത്രയേ വേണ്ടൂ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഫോർ ഇൻസ്റ്റൻസ് മൊളാലിറ്റി ഓഫ് എ സൊല്യൂഷൻ കണ്ടെയ്നിങ് 74.5 gram ഓഫ് KCl ഡിസോൾവ്ഡ് ഇൻ 1 kilogram ഓഫ് വാട്ടർ. എന്താ പറയുന്നത്? ഒരു കിലോഗ്രാം വാട്ടർ എടുത്തിട്ട് അതിലേക്ക് 74.5 gram പൊട്ടാസ്യം ക്ലോറൈഡ് ആഡ് ചെയ്യുന്നു. 74.5 gram എന്ന് പറഞ്ഞാൽ അത് 1 മോളാണ്. പൊട്ടാസ്യം ക്ലോറിനെ സംബന്ധിച്ച് 1 മോളാണ്. അതായത് 74 എന്നത് മോളിക്കുലർ മാസാണ്. പൊട്ടാസ്യത്തിൻ്റെ മാസും ക്ലോറിൻ്റെ മാസും ആഡ് ചെയ്തതാണ് 74.5, അതായത് 1 മോളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 മോള് ഒരു കിലോഗ്രാമിൽ ഡിസോൾവ് ചെയ്തുകൊണ്ട് അതിൻ്റെ അതിൻ്റെ കോൺസെൻട്രേഷൻ എന്തായിരിക്കും? 1 മോളാൽ സൊല്യൂഷൻ ആയിരിക്കും. അപ്പോൾ ഇറ്റ് ഈസ് 1 മോളാൽ സൊല്യൂഷൻ ഓർ 1 മോൾ പെർ കിലോഗ്രാം ആയിരിക്കും അതിൻ്റെ കോൺസെൻട്രേഷൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിനെ ഈക്വേഷൻ വേണമെങ്കിൽ നോക്കാം. മൊളാലിറ്റി ഈസ് ഈക്വൽ ടു മോൾസ് ഓഫ് സോല്യൂട്ട് ഡിവൈഡ് ബൈ കിലോഗ്രാം സോൾവെൻറ്റ്. ഇനി നമുക്ക് മോൾസ് കിട്ടാനായിട്ട് നമുക്കറിയാം വെയ്റ്റ് ബൈ മോളിക്കുലർ മാസ് ഡിവൈഡഡ് ബൈ, ഇപ്പോൾ സാധാരണഗതിയിൽ സോൾവെൻറ്റിൻ്റെ മാസ് ഗ്രാമിലാണ് തരുന്നതെങ്കിൽ അതിനെ നമ്മൾ കിലോഗ്രാം ആക്കണം. 1000 ഗ്രാമാണ് ഒരു കിലോഗ്രാം, നമുക്കറിയാം WA/1000. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടും. അപ്പോൾ M is equal to WB/MB into 1000 divided by WA. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഈ റെഡിമെയ്ഡ് ഇക്വേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതാണ് നിങ്ങൾക്ക് സൗകര്യമെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾ പ്രോബ്ലം ചെയ്യാനായിട്ട് പഠിക്കണം. ഇതാണെങ്കിൽ നിങ്ങൾ മോൾസ് ഓഫ് സൊല്യൂട്ട് നിങ്ങൾ സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അതുപോലെ സോൾവെൻറ്റിൻ്റെ മാസ് കിലോഗ്രാമിൽ നിങ്ങൾ കണ്ടുപിടിക്കുക, ഡിവൈഡ് ചെയ്യുക. അത്രേ വേണ്ടൂ. അതല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ കാണാതെ പഠിക്കുക. മൊളാലിറ്റി ഈസ് ഈക്വൽ ടു WB/MB into 1000 divided by WA. WB എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് സൊല്യൂട്ട്, MB എന്ന് പറഞ്ഞാൽ മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട്, WA എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ ഗ്രാംസ്. ഇപ്പോൾ സാധാരണ പ്രോബ്ലത്തിൽ കിലോഗ്രാമിൽ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ 1000 ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ അതിനെ കിലോഗ്രാമിൽ തന്നിട്ടുണ്ടെങ്കിൽ 1000 കൊണ്ട് മൾട്ടിപ്പിൾ ഗ്രാമിലാക്കിയിട്ട് വേണം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. മൊളാലിറ്റി എന്ന് പറഞ്ഞപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇവിടെ ദറ്റ് ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോല്യൂട്ട് പ്രസൻറ്റ് ഇൻ 1 kilogram ഓഫ് ദി സോൾവെൻറ്റ്. ഈ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്ത് നോക്കുകയാണ്.
Calculate the molality of a solution prepared by placing 10.3 gram of magnesium chloride in 200 gram of water. Mass of molar mass of magnesium chloride is equal to 95.2. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ ആവർത്തിച്ച് വായിക്കുക, എന്നിട്ട് അത് മാത്തമാറ്റിക്കലാക്കുക. അപ്പോൾ നമുക്ക് ഐഡിയാസ് കിട്ടും. അപ്പോൾ ഇതിൽ ചോദ്യം കാൽക്കുലേറ്റ് മൊളാലിറ്റി ക്വസ്റ്റ്യൻ മാർക്കാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടേമാണ് മൊളാലിറ്റി ഓഫ് എ സൊല്യൂഷൻ പ്രിപ്പയർഡ് ബൈ പ്ലേസിങ് 10.3 gram ഓഫ് മഗ്നീഷ്യം ക്ലോറൈഡ്. ഇപ്പോൾ ഇവിടുത്തെ സൊല്യൂട്ട് ബി എന്ന് പറയുന്നത് മഗ്നീഷ്യം ക്ലോറൈഡ് ആണ്. അതിൻ്റെ മാസ് എത്രയാണ് അതിൽ ആഡ് ചെയ്യുന്നത്? 10.3 gram മഗ്നീഷ്യം ക്ലോറൈഡ് ഇൻ 200 gram ഓഫ് വാട്ടർ. 200 gram വാട്ടർ എടുത്തിട്ട് അതിലേക്ക് 10.3 gram ഓഫ് മഗ്നീഷ്യം ക്ലോറൈഡ് ആഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ഇറ്റ്സ് മൊളാലിറ്റി എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് മോൾസ് കാണുക, നമ്പർ ഓഫ് മോൾസ് മഗ്നീഷ്യം ക്ലോറൈഡ് നമ്പർ ഓഫ് മോൾസ് കാണാം. എങ്ങനെയാണ്? വെയിറ്റ് ബൈ മോളിക്കുലാർ മാസ്. വെയിറ്റ് 10.3, മോളിക്കുലാർ മാസ് തന്നിട്ടുണ്ട് 95.2. അതിന് മോൾസ് കാണുക. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വാട്ടർ ഗ്രാമിലാണെന്നുള്ള അതിന് കിലോഗ്രാം ആകാം. 200 ഡിവൈഡഡ് ബൈ 1000 അത് വയ്ക്കുക, ഡിവൈഡ് ചെയ്യുക. അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഉപയോഗിച്ച ഇക്വേഷൻ, അപ്പോൾ മോൾസ് ആണ് കിലോഗ്രാമിൽ സോൾവെൻ്റ് എക്സ്പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കുക. അപ്പോൾ WB മാസ് ഓഫ് വെയിറ്റ് ഓഫ് സൊല്യൂട്ട് 10.3, മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട് 95.2, 1000 ഡിവൈഡ് ബൈ WA മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ ഗ്രാംസ് 200 gram. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നിട്ടുണ്ട്. WB 10.3 തന്നിട്ടുണ്ട്, MB 95.2 എന്ന് തന്നിട്ടുണ്ട്, WA 200 gram തന്നിട്ടുണ്ട്, മൊളാലിറ്റി ക്വസ്റ്റ്യൻ മാർക്ക്. അതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. WB 10.3 ഇൻറ്റു 1000 ഡിവൈഡ് ബൈ 95.2 ഇൻറ്റു 200. അപ്പോൾ എനിക്ക് ആൻസർ നമ്മൾക്ക് 0.54 മൊളാൽ അല്ലെങ്കിൽ മോൾസ് പെർ കിലോഗ്രാം എന്ന് നമുക്ക് എഴുതാം. മൊളാൽ എന്ന് പറയുന്നത് എഴുതാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് പ്രോബ്ലം വന്നാൽ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യുക, പോയിൻ്റ്, എന്നിട്ട് അത് സോൾവെൻറ്റ് കിലോഗ്രാമിൽ 1000 ഡിവൈഡ് ചെയ്തിട്ട് എഴുതുക. അതിനെ വിൽ ബി ആൻസർ, വിൽ ഗെറ്റ് ദി ആൻസർ. ഇനി അടുത്തൊരു ഹോംവർക്കാണ്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ചെയ്തിട്ട് നോട്ട്ബുക്കിൽ ചെയ്തിട്ട് എനിക്ക് അയച്ചു തരാം. കാൽക്കുലേറ്റ് ദി മാസ് ഓഫ് യൂറിയ NH2CO NH2. അതിൻ്റെ ഇത് തന്നിട്ടുണ്ട്, കെമിക്കൽ ഫോമുല തന്നിട്ടുണ്ട്. NH2CO NH2 ഒരു ഡയമൈഡാണ്. റിക്വയർഡ് ഇൻ മേക്കിംഗ് 2.5 kilogram ഓഫ് 0.25 മോളാൽ അക്വസ് സൊല്യൂഷൻ. കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് യൂറിയ. കാൽക്കുലേറ്റ് ദി മാസ് ഓഫ് യൂറിയ. യൂറിയ എത്ര വേണമെന്നുള്ളത് WB ആണ് ക്വസ്റ്റ്യൻ മാർക്ക്. യൂറിയ ഈ MB കിട്ടാനായിട്ട് ഇതിലെ ആറ്റങ്ങളുടെ ആറ്റമിക് മാസ് കൂട്ടിയാൽ മതി. നൈട്രജൻ 14 ആണെന്ന് നിങ്ങൾക്കറിയാം, 14. ഹൈഡ്രജൻ 1 ആണെന്നറിയാം, 2 ഹൈഡ്രജൻ എത്ര അത് നോക്കുക. കാർബൺ 12 ആണ്, ഓക്സിജൻ 16 ആണ്. അപ്പോൾ ഇതിനോട് കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് യൂറിയയുടെ മോളിക്കുലാർ മാസ് കിട്ടും, അത് MB കിട്ടും. പിന്നെ 2.5 kilogram. അപ്പോൾ അതായത് സോൾവെൻറ്റിൻ്റെ മാസ് കിലോഗ്രാം അത് നമ്മൾ മറ്റേ ഇക്വേഷനാണ് ഉപയോഗിക്കുന്നത്. റെഡിമെയ്ഡ് ഇക്വേഷൻ ഉപയോഗിക്കുന്നെങ്കിൽ നമ്മൾ ഗ്രാമിലേക്ക് മാറ്റണം. അത് 2500, അതിന് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ 1000 ഉള്ള ഇക്വേഷൻ ഉപയോഗിക്കുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യണം. 0.25 മോളാൽ സൊല്യൂഷൻ. അത് സ്മോൾ ലെറ്റർ M തന്നിട്ടുണ്ട്, 0.25 മോളാൽ. ഇത് നിങ്ങളൊന്ന് ചെയ്തിട്ട് എനിക്കൊന്ന് അയച്ചു തരാം. ആൻസർ ചെയ്തിട്ട് ഫോട്ടോ എടുത്തിട്ട് അയച്ചു തരാം. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ എന്നുള്ള ഭാഗത്ത് നമ്മൾ പഠിച്ചത്. ക്വാണ്ടിറ്റേറ്റീവ് കാൽക്കുലേഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ. മാസ് പെർസെൻറ്റേജ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇറ്റ് ഈസ് ദ മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദി സൊല്യൂഷൻ. അപ്പോൾ ഇതാണ് ഇൻറ്റു 100. അതുപോലെ വോളിയം പെർസെൻറ്റേജ്, മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്, പാർട്സ് പെർ മില്യൺ, mole fraction, ratio of number of moles of that component to the number of moles of all the components present in the solution. Molarity, it is the number of moles of solute present in 1 liter of the solution. Molarity, it is the number of moles of solute present in 1 kilogram of the solvent. അപ്പോൾ ഓരോ കോൺസെൻട്രേഷൻ ടേംസും നമുക്ക്
കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇവ തമ്മിൽ എങ്ങനെയാണ് ഒരു ടേം ഒരു കോൺസെൻട്രേഷനെ നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റു രീതിയിൽ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുക, കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ മോളാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ മാസ് പെർസെൻറ്റേജ് എങ്ങനെ കാണാം, ഈ മാസ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ടെങ്കിൽ മോളാരിറ്റി എങ്ങനെ കാണാം, അങ്ങനെയുള്ള പ്രോബ്ലംസും വരാം. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത്രയാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. താങ്ക് യു.